ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞു പോല്ലേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ കുട്ടി ഇത്? കാര്യം പറയട്ടെ. കൊറേ ആയില്ലേ ഞാൻ അച്ചാമ്മയുടെ പുറകെ കിടക്കുന്നു. എന്നെ ഇപ്പോഴെങ്കിലും ഒന്ന് ഇഷ്ടമാണെന്ന് അങ്ങനെ പറയല്ലേ പ്ലീസ്. ഒന്ന് മാറി ചേച്ചി. അങ്ങനെ പോയാലോ? കൈനോട് ചേച്ചി. അങ്ങനെ പറയല്ലോ. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോവോ? പറ. കൈനൂടാ നീ ആരടാ? പോടാ കൈ കേറി പിടിക്കണോ? എങ്ങനെയുണ്ട് എല്ലാരും ചട്ടിയില്ലേ? തല്ലി തീർക്കാനാണല്ലേ? അടച്ചോ, നീ വേണ്ടിണ്ടാക്കാൻ പോവാണോ? ജോഫറെ ഇനി എന്താ പരിപാടി? ഓടാൻ പോവാണോ? പിന്നല്ലാണ്ട് ഓടിയ ബിൽഡപ്പ് മൊത്തം പോകട്ടോ. ഓടണമെന്ന് ആഗ്രഹമുണ്ട് പെങ്ങളെ. ജാഫറെ, ഏതൊരു ഭീരുവിനും ധീരനാവാൻ കാലം ഒരു അവസരം നൽകും. ആ അവസരമാണിത്. നിങ്ങൾ എന്റെ കൂടെയുള്ളിടത്തോളം കാലം ഒരുത്തൻ എന്നെ കൊല്ലാൻ കഴിയില്ല മാമാ. സിനിമയിലെ ഡയലോഗ് പറയാനും പറ്റില്ല. ആങ്ങളെ മാറ്. അവനെ ഞാൻ ഇടിക്കാം. കൊറേ നാളായി ഞാൻ സഹിക്കുന്നു. ഇവളിത് എന്തിനുള്ള പുറപ്പാടാ? തല്ലാം, പക്ഷെ ഒരു നിയമമുണ്ട്. ഒരു നിയമോ ഇല്ല. ഒരു നിയമവും ഇല്ലല്ലോ. ഇല്ല. ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഇല്ല ശരിയാക്കി തരാട്ടോ. പാടുവിട്ട ആങ്ങളെ ഓടിക്കോ. സ്ത്രീകളുടെ കൈ കയറി പിടിച്ചവന്റെ തലയല്ല വെട്ടേണ്ടത്. നിനക്ക് അങ്ങനെ തന്നെ വേണം. കുറെ കാലം ഇവരും മറ്റേ അവിടെ ഇരിക്കാം. നീ സാറിന്റെ മോന്തണ്ടോ? അണ്ണൻ ചെപ്പിയ പോലെ വല്ല കാര്യമുണ്ടോ? എന്ത് കളിയായിരുന്നു സാറേ? സാറിന്റെ ക്ലാസ്സിലെ പിള്ളേരാണല്ലോ അത്. സാറിന്റെ മുഖത്തൊരു ചമ്മലുണ്ടല്ലേ? കുഴപ്പമില്ല. പക്ഷേ സാറ് രാവിലെ വരും, ഗടിച്ചിട്ട് വന്നാൽ മതി. ചമ്മൽ വരുമ്പോ ഞാനതൊന്നും ഉപയോഗിക്കാറില്ല സാറേ. ഇക്കാലത്ത് വെള്ളമടിക്കാത്ത ടീമുണ്ടോ? ഞാൻ ഒരു ദിവസം വെള്ളം അടിച്ചിട്ട് കിളിയും കിളിക്കൂടും പോയി കറങ്ങി തിരിഞ്ഞ ഞാൻ വീണത്. അതിനുശേഷം മദ്യം എന്നല്ല, മദ്യ വയസ്കനെന്ന് കേട്ടാ പോലും ഞാൻ വാള് വെക്കും. ചായ പറഞ്ഞില്ലല്ലോ പ്രദീപേ, വിരലും പഞ്ചസാര ഇടാത്ത ഒരു ചായ. ദിന എന്താണ് എന്തൊക്കെ എന്നെ വിളിക്കണ? ജോക്കറ ജാഫർ പോട്ടടാ വിട്ടുകളാ. പിന്നെ എന്താണ്? നീ ഒരു 5 മിനിറ്റ് ഒരു പഴംപൊരിയും കടിച്ചു പിടിച്ചോണ്ടിരിക്കും. ചെല്ല്. ഹലോ ജീന, എത്ര മനോഹരമായ കാൻഡി, തലങ്ങും വിലങ്ങും തൂണും. എന്തെന്റെ വിശേഷങ്ങളൊക്കെ? ഒരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന ഐഫോണാ? ഐഫോണല്ലേ ചോദിച്ചത്? വേണ്ടായിരുന്നു. കൊഴപ്പല്ല, ഇരുന്നോട്ടെ. പഴംപൊരി തീർന്ന അതെങ്ങോട്ട് പോന്ന ഐഫോണാ? ഇതെവിടുന്നാ? ജെയിംസ് ഏട്ടൻ ഗിഫ്റ്റ് തന്നതാ. വെറുതെ പെൺപിള്ളേർക്ക് മാത്രമുള്ളല്ലേ, നമുക്കൊന്നും ഐഫോണിലല്ലേ. നിന്നെ പോലെ ഒരു സുന്ദരൻ എന്തിനാ എന്താണ് വന്നേ? എനിക്കൊരെണ്ണം മേടിച്ചോ. പെണ്ണുങ്ങളുടെയൊക്കെ പുറകെ നടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കയ്യിലുണ്ടായിരുന്ന ഐറ്റത്തിനെ വിട്ട് വേറെ കെട്ടാൻ പോയത്. ദേ കിടക്കണം അപ്പനും സൈക്കിളും കൂടെ. ഇപ്പൊ നമ്മുടെ അച്ചു പഴയതുപോലെ അല്ല, ഒരുപാട് മാറി അല്ലേ? ഞാൻ ആഗ്രഹിച്ച പോലെ അവളെ ഒരു UK കാരൻ അച്ചായനെ കൊണ്ട് തന്നെ കെട്ടിക്കാം. ഈ കല്യാണമെങ്കിലും എന്റെ ആഗ്രഹപ്രകാരം നടക്കണം. ദേ അച്ചായ, കല്യാണമൊക്കെ അവളോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അപ്പം പറഞ്ഞതേ അവള് കേട്ടു. ഇപ്പൊ എന്റെ മോക്ക് നല്ല അടക്കവും ഒതുക്കവും ഒക്കെ ആയി. നന്നായി